എന്റെ ഭഗവതി, കൊണ്ടുവന്ന രൂപയും തീരാറായല്ലോ. രൂപ ഞങ്ങൾ തമ്പ്രാട്ടിന്റെ അടുത്ത് പോയി വാങ്ങിച്ചോണ്ട് വരാം. അത് നടക്കുന്ന കാര്യമല്ല. കുഞ്ഞുകൂട്ടനില്ലാതെ കുഞ്ഞുലക്ഷ്മിയുടെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് വെട്ടാൽ അതോടെ ആ സാധുവിന്റെ പ്രാണം പോകും. 30 തികയാൻ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. കൺമുമ്പിൽ കണ്ടിട്ടും നമുക്ക് ആർക്കും അയാളെ ഓടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ. അല്ല തമ്പുരാനെ, നല്ല 2 ഓട്ടക്കാരെ വിളിച്ചാലെന്താ? വലിയമ്പരാനെ, ഏതോ ചില ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുകയാണ്. ഓ, എന്നാ മഴ പെയ്യും. അതല്ലടോ, കാർമേഘരൂപിയായ ഒരു സത്വം കൊച്ചുതമ്പുരാനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുക. കൊച്ചുതമ്പുരാൻ എവിടെയാ ഉള്ളതെന്നൊന്ന് ആദ്യം പറ പണിക്കരെ. പറയാടോ, പറയാം. ഏതോ പക്ഷികളുടെ ലോകത്താ. ആകാശത്തോ? വെറുതെ അല്ല കാർമേഘം ഉരുണ്ട് കൂടുന്നത്. ഓ, ആകാശ പക്ഷികളല്ലടോ. അത് തന്നെ. അല്ലല്ല, ഭൂമിയിലെ ചില പ്രത്യേക പക്ഷികളുമായി സഹവാസത്തിലാണ് തമ്പുരാൻ എന്നാണ് കാണുന്നത്. തമ്പുരാനെ ഉന്നം വെച്ച് ആ കാർമേഘ രൂപി ഒരു കറുത്ത വാഹനത്തിൽ എത്തിക്കൊണ്ടിരിക്കുക. I'm Luke. Christopher Luke. ലുക്ക് ഹിയർ മിസ്റ്റർ ലൂക്ക്. പാഴാക്കാൻ ഒരു സെക്കൻഡ് സമയം പോലുമില്ല. ആ വീട്ടിൽ വെച്ച് തന്നെ കൊല നടന്നാൽ നമുക്ക് ഗുണം വളരെയാണ്. നമുക്ക് ക്യാഷിന്റെ കാര്യത്തിലേക്ക് കടക്കാം. 1 ലക്ഷം രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷമോ? ഇനി കാശിന്റെ കാര്യത്തിൽ വർത്താനം പറഞ്ഞ് സമയം കളയണ്ട. അതെ അതെ, ലൂക്ക് പറഞ്ഞ സംഖ്യയ്ക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അവരത്ര ചില്ലറക്കാരൊന്നുമല്ല, നല്ലൊരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു രാത്രി അവനായിട്ടൊന്ന് ഏറ്റുമുട്ടി. അന്ന് ഞാൻ അവനെ തട്ടിയേനെ. പിന്നെ 50,000 രൂപ അഡ്വാൻസ് ആയി കിട്ടണം. ഈ ലൂക്കിന്റെ ഒരു കാര്യം, കാശിന്റെ വിഷയത്തില് ലൂക്കിന് ക്യാഷിന്റെ കാര്യത്തിൽ യാതൊരു മയവുമില്ല. അത് ഇവൾക്കറിയാം. അതെന്തെങ്കിലും ആട്ടെ. 9 മണിയോടെ താൻ അവിടെ എത്തുന്നു. കൃത്യം 9:30 സംഭവം നടക്കുന്നു. കൃത്യം 9:30 ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസിന് എന്ത് വിവരം? ആ പയ്യന്മാർ ആ പെണ്ണിനെ കൊന്നു എന്നുള്ളത്. പോലീസ് എത്തുന്നു, അവന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് തന്നെ ആയിരിക്കും അയാള് പറഞ്ഞ വീട്. ഈശ്വര, എന്റെ അച്ഛൻ. താങ്ക് യു ഡാലി. നമസ്കാരം. ആരാ? വല്ല പിരിവിനോ മറ്റാണെങ്കിൽ ഇവിടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ അല്ല, ഇനി ഈ ഭൂമുഖത്ത് ചുറ്റാനൊരിടമില്ല. ലക്ഷണപ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണെന്ന് കരുതാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. മകനോ? അതെ, ആയില്ലഞ്ചേരി കോവിലത്തെ തമ്പുരാനാ. നാട് മുഴുവൻ സ്വന്തം. ആനയും അമ്പാരിയും പരിചാരകന്മാര് തന്നെ 100 കണക്കിന്. പക്ഷേ ഇദ്ദേഹം പുത്രദുഃഖത്താൽ തപിക്ക. എന്റെ മകൻ എവിടെ? ഒന്ന് വേഗം പറയാ. ഹി ലുക്സ് ലൈക്ക് യു. ഓ, മനസ്സിലായില്ല. അല്ല, നിങ്ങളെ പോലെ ഇരിക്കുന്ന. അതെ അതെ അതെ, ഇത്രയും വലിയ തറവാട്ടിലെ കുട്ടിയാണെന്ന് കണ്ടപ്പോ തോന്നിയതേയില്ല. അപ്പോ ആള് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പന്നല്ലേ? നോ പ്രോബ്ലം. ഹി ഈസ് സ്റ്റേയിങ് അപ്സ്റ്റേഴ്സ്. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. കം ഓൺ. ഞാൻ പറഞ്ഞില്ലേ, ഒടുവിൽ ദൈവം നമ്മളെ രക്ഷിച്ചു. ഇതുവരെ അയാള് ഒറ്റയ്ക്ക് എവിടെയും താമസിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ? ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവുമില്ല. പിന്നെ ജോലിയെല്ലാം ചെയ്യുന്ന ആ കർമ്മൻ വേലക്കാരുണ്ടല്ലോ, കടുക്കനക്കിട്ട് ആ ബ്ലഡി ഇഡിയറ്റ്. നീ ആ എംആർസിന്റെ മകളല്ലേ സിറ്റി ടൈഗേഴ്സ് കൊണ്ടുപോയാ? അതെ. നീ എങ്ങനെ ഇവിടെ വന്നു? കുഞ്ഞുകൂട്ടനെവിടെ? കുഞ്ഞുകൂട്ടനെവിടെയല്ല. ചെറിയമ്പ്ര കല്യാണം കഴിച്ചോ? കരുതാക്ക വളയ്ക്കാണോ? സന്ദർഭം നോക്കാതെ വെട്ടിത്തര എഴുന്നള്ളിക്കല്ലേ ചെറിയാവുന്നവരെ. കുഞ്ഞൂട്ടാ, ആരാ നീ? കുഞ്ഞുകൂട്ടനെവിടെ? തമ്പുരാനെ, കുഞ്ഞൂട്ടാ, കുഞ്ഞുകൂട്ടനെവിടെ? കീപ് സൈലൻസ് പ്ലീസ്. മലയാളത്തിൽ പറയൂ, കൊല്ലും ഞാൻ തന്നെ. കുഞ്ഞൂട്ടനെവിടെ? എന്തൊക്കെയാ ഈശ്വര ഞാൻ കേൾക്കുന്നത്? ആ മാരാച്ചക്കനാ ഇതൊക്കെ കാരണക്കാരൻ.
ഏതാ ഒറ്റയാൻ അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ അവിടെ അയ്യോ ആശ ആരോ കൊണ്ടുപോകുന്നു. അയ്യോ MRC ആളുകളായിരിക്കും. അവിടെ എങ്ങനെയും രക്ഷിക്കണം. എങ്ങനെ? വാ വാൻ എടുക്കാം. എവിടെയാണ് കൊലപാതകം നടന്നത്? Where is the dead body? ശവം എവിടെ? ഒന്നില്ല അർദ്ധപ്പാണ്ടാക്കിട്ട് പോയി. എവിടെ? ഞങ്ങളല്ലാണ് സാർ. Arrest them. അല്ല, ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി. പെൺകുട്ടി എവിടെ? തട്ടിക്കൊണ്ട് പോയി. തട്ടിക്കൊണ്ടുപോകാൻ അറിയോ? അറിയാ ഏ? ഒരു കറുപ്പ് കാറിലാ കൊണ്ടുപോയത്. കറുത്ത കാറില്. കറുപ്പ് കാർ. Come on, chase the കറുപ്പ് കാർ. പോവാ. Hurry up, hurry up. Come on. ഒയ്യോ, പൊട്ടലാ. Come on. ഒയ്യോ, ഒയ്യോ. ഇവിടുത്തെ ഫേമസ് അഡ്വക്കേറ്റ്സ് ആരാ? അത് പിന്നെ ആർക്കാ അറിയാത്തത്? നമ്പ്യാരെ ഏകദേശം 1 കോടി രൂപയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ എത്ര രൂപയുടെ മുദ്രപത്രം വേണ്ടി വരും? അത് കുറെ വേണ്ടി വരും. എനിക്ക് വ്യക്തമായിട്ടറിയില്ല. സബ് രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം. ഇത് മതിയാവൂ? എടാ മുദ്രപത്രം നിക്കാൻ എടാ സാമുദ്രോഹിയല്ല, കാശ് എന്നേച്ച് പോടാ പരമദ്രോഹി. അയ്യോ ചതിച്ചല്ലോ. നിർത്ത്. ചേട്ടാ ഒരു കറുത്ത കാർ അവനാ എന്റെ മുദ്രപത്രം കാശ് വരെ അടിച്ചോണ്ട് പോയത്. കാർ എങ്ങോട്ടാണ് പോയത്? അഡ്വക്കേറ്റ് നമ്പ്യാരത്തേക്ക് പോകുന്നാ പറഞ്ഞത്. അഡ്വക്കേറ്റ് നമ്പ്യാർ. അയ്യോ എന്നെ കൂടെ കൊണ്ടുപോയി. ഞാനും വരായി. മിസ്റ്റർ MRC, യെസ്. ഐ എം ക്രിസ്റ്റഫർ ലൂക്ക്. തട്ടിയോ? ഇല്ല, തട്ടുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയണമായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? അതെ, പക്ഷെ ചെറിയൊരു മാറ്റം. കുട്ടിയെ ജീവനോടെയോ ശവമായിട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ തരണം. താൻ കളി പറയാണോ? കളി പറയേണ്ട നേരത്തെ ഞാൻ കളി പറയൂ. ഇത് കച്ചവടമല്ലേ? എടാ ലൂക്കേ, നീ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞല്ലോടാ ഇപ്പൊ പറയുന്നത്. താഴേക്ക് 40 വട്ടം വാക്ക് മാറ്റാടാ. കൂടുതൽ സംസാരിക്കണമെന്നില്ല. 1 കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമല്ലേ? അതിൽ പകുതിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എന്നാ നീ അവളെ കൊല്ലടാ. MRC, അളിയോ, മത്തായി നല്ലപ്പോഴല്ല ആടിനെ കറക്കുന്നത്. ഞാനൊരു നാറിയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. മുദ്രപത്രവും വാങ്ങി വെച്ചിട്ടാ ഞാൻ സംസാരിക്കുന്നത്. അവളുടെ സകല സ്വത്തുക്കളും ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിക്കും. താൻ മൊട്ടയടിച്ച് വല്ല ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ പോയിരിക്കെ പിച്ച തണ്ടി ജീവിക്കാം. എടാ പന്നി, ഞാൻ നിന്റെ പെങ്ങളെ കൊല്ലും. എങ്കിൽ പിന്നെ സൗകര്യമായി. ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കാം. അളിയോ, തനിക്ക് ഈ ലൂക്കിനെ ശരിക്കറിയില്ല. ഹലോ ഹലോ, എന്താ എങ്ങോട്ടാ? ചെറ്റ്, നിന്നെയും കൊല്ലും നിന്റെ മറ്റവനെയും കൊല്ലും. അതിനു മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത്. എക്സ്ക്യൂസ് മീ അഡ്വക്കേറ്റ്സ്. യെസ് നമ്പ്യാർ. അതെ അതെ. ഹലോ, ഇരിക്കൂ. ഇരിക്കാനൊന്നും ടൈമില്ല. എനിക്കൊരു പെൺകുട്ടി കുറെ സ്വത്തുക്കൾ എഴുതി തരാമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പേപ്പർ ശരിയാക്കാനാ. ഇതിൽ അവളെ കൊണ്ട് ഒപ്പിടിക്കണം. ഇടിവിക്കാം. പെൺകുട്ടി എവിടെ? പെൺകുട്ടി കാറിലുണ്ട്, വിളിക്കാം. ആദ്യം നിങ്ങൾ പേപ്പർ ശരിയാക്കണം. ആദ്യം ഞങ്ങൾ പെൺകുട്ടി ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കമാൺ ക്യൂക്ക്. താങ്ക് യു. കോട്ട് പിന്നെ തരാട്ടോ. കർത്താവേ, എന്റെ കാറ്. പെൺകുട്ടി എവിടെ? പെൺകുട്ടി ആ കാറിലുണ്ടായിരുന്നു. അതിനിപ്പോ കാർ എവിടെ? ആ MRC എങ്ങാനും കൊണ്ടുപോയി കാണും. ഏത് MRC? അറിഞ്ഞൂടാ, നമ്മുടെ MRC. ഇനിയിപ്പോ നമ്മൾ നോക്കി എന്നിട്ട് അതിനിപ്പോ എങ്ങനെ അങ്ങോട്ട് പോവുക? വാ, ഞങ്ങളുടെ വണ്ടിയോട് കയറിക്കോ. ചാടി കയറി. Come on, get in, fast. ആ കാറാ കൊണ്ടുപോയ Chase ചെയ്യണോ? അറിയാം, come on. 265 ന്റെ പുറകെ വരണ്ട. ബൈപ്പാസിലൂടെ chase ചെയ്യ്. Over.
ചെട്ടിയാര് എന്തു പറ്റി? ഞങ്ങളിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസിൽ എതിർഭാഗം വക്കീലിന്റെ ആൾക്കാരാ ഉപദ്രവിക്കുന്നുള്ളത് ഉറപ്പാ. ഇവരെ ശരിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പെൺകുട്ടിയെ വീണ്ടെടുക്കാനും പറ്റൂ. ഡോണ്ട് വറി, ഐ ഡീൽ ഇറ്റ് ഔട്ട്. പുടിങ്കടാ அந்த ஃப்ராட் ராமேந்திரനെ. ராம தூக்கறா. മാറിക്കടാ, ഞാൻ കവനാ വേണ്ടത്. കാലക്ക് കൈയോട്. കം ലെറ്റ്സ് ഗോ. ഓക്കേ. പിടിച്ചൊതുക്കടാ. അയ്യോ, ഇവന്മാരാണോ? ഇനി ഒന്നും നോക്കാനില്ല ലൂക്കെ, അടിച്ച് നിരപ്പാക്കി വിട്ടരുത്. ഏറ്റു. അയ്യോ, പെണ്ണുങ്ങളവന്മാര് പോയി. അവന്മാരെന്നെ പറ്റിച്ചു. ആ, ഇവന്മാരാണ് എല്ലാരെയും പറ്റിക്കണത്. Come on, let us follow. ഒന്ന് വേഗം ചവിട്ടി വിടണ. ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ. ഒരു കർത്താവേ, ആ പെണ്ണിനെ കൊണ്ട് അവന്മാർ രക്ഷപ്പെടും. ആ പെണ്ണിനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ കാർ എവിടെ? MRC പെണ്ണിനെ കൊണ്ട് കറുത്ത കാറിൽ പോകുന്ന കണ്ടു. ഞങ്ങൾ കാർ തടഞ്ഞു, രണ്ടും കൽപ്പിച്ച് പൊരുതി പെണ്ണിനെ ഞങ്ങൾ വീണ്ടെടുത്തു. ഓഹോ, അപ്പൊ അവനും ഇറങ്ങിയിട്ടുണ്ട്. ആ വക്കീലന്മാര് അവന്മാർ MRC ആളുകളാണോ? അയ്യോ, അവന്മാര് ഭയങ്കരന്മാര്, പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ്, സിറ്റി ടൈഗേഴ്സ്. സിറ്റി ടൈഗേഴ്സ്. ഒരുത്തനും എനിക്ക് പ്രശ്നമല്ല. വണ്ടി വേഗം വിടോ. ഓട്ടം പ്രാക്ടീസ് ചെയ്യാണോ? ഞാൻ എന്റെ മകളെ അന്വേഷിച്ചിട്ട്. ഞങ്ങളും നിങ്ങളുടെ മകളെ അന്വേഷിച്ചിറങ്ങിയത്. ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? ഓടിയത് ഞാൻ എന്റെ മകളെ, ഞാൻ മൂത്രമൊഴിക്കാൻ ഓടിയത്. മൂത്രത്തെക്കാൾ വലുതല്ലേ മകൾ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. അല്ല, ഈ കിഡ്നി ട്രബിൾ ഉണ്ട്. കിഡ്നി 2 ഉണ്ടല്ലോ, മോൾ 1 ഉള്ളൂ. ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. എന്റെ മകളെ കിട്ടിയാ എന്നെ തന്നെ ഏൽപ്പിക്കണേ. പിന്നെ വേറെ ആരെ ഏൽപ്പിക്കാൻ? കമോൺ, എന്റെ കുഞ്ഞുകൂടെ തമ്പുരാൻ. കമോൺ, കമോൺ, കിഡ്നി അല്ല MRC. കമോൺ, കമോൺ, കമോൺ.